ഷഹബാസിന്റെ കൊലപാതകത്തിന് കാരണക്കാരായവരെ തേടിയുള്ള പോലീസ് അന്വേഷണത്തിൽ ഒരു വിദ്യാർത്ഥിയെ കൂടെ പിടികൂടി. കസ്റ്റഡിയിലെടുത്ത ശേഷം സംഘർഷം നടന്ന സ്ഥലത്തെത്തിച്ച് പരിശോധനയും നടത്തി. ഇതോടെ നേരത്തെ പിടിയിലായവരടക്കം പ്രതികളുടെ എണ്ണം 6 അക്രമം ആസൂത്രണം ചെയ്ത ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണം പൂർത്തിയാവുന്നതോടെ പ്രതിപ്പട്ടിക ഇനിയും നീളാനാണ് സാധ്യത. ഗ്രൂപ്പ് 57 എന്ന ഗ്രൂപ്പിന് പുറമെ മറ്റു ചില ഗ്രൂപ്പുകൾ കൂടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതിപ്പട്ടിക ഇനിയും നീളുമെന്നും മുതിർന്നവർക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്നും ആവർത്തിക്കുകയാണ് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊരങ്ങാട് നിന്ന് കളവ് കേസിൽ പിടിച്ചു കൊണ്ടുപോയ ആ വ്യക്തിയുടെ കുട്ടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ പേരൻസും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ തെളിഞ്ഞു വരികയാണ്. കോളേജിൽ പോയി മകന് അത്യാസന്ന നിലയിൽ കിട്ടൂല എന്നുള്ള ഡോക്ടർമാരുടെ റിപ്പോർട്ട് കഴിഞ്ഞ ശേഷം ഒരു കോൾ മറ്റ് സ്നേഹിതൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്ത് എൻ്റെ മകനാണെന്ന് അറിയില്ലായിരുന്നു. ഈ പിതാവ് വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് പരിചയപ്പെടുത്തി കൂടായിരുന്നോ എന്നുള്ളൊരു വാക്ക്. അവനും ഞാനും ഒരേ അങ്ങാടിയിലുള്ള ആളാണ്. ഇത് 2 സ്കൂളുകൾ ചേരിതിരിഞ്ഞുള്ള പ്രശ്നങ്ങളിൽ ഈ കിട്ടിയവൻ അവരെ ആക്രമിച്ചു. അതേസമയം മുതിർന്നവർക്ക് സംഭവത്തിൽ പങ്കില്ലെന്നും വിദ്യാർത്ഥികൾ തന്നെ ആസൂത്രണം ചെയ്ത അക്രമം ആണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മൊബൈൽ ഫോണുകളിലെ ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തുവന്നാൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. സംഘർഷത്തിലേർപ്പെട്ട കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴികളും രേഖപ്പെടുത്തും. അതേസമയം PV അൻവർ കുടുംബത്തെ കാണാനായി ഷഹബാസിന്റെ വീട്ടിലെത്തി പിന്തുണയും അറിയിച്ചു. നടന്നിട്ടുള്ള ഈ 56 കൊലപാതകങ്ങൾ മൊത്തം പരിശോധിച്ചാൽ ഇതിൻ്റെ 4-1 പോലും ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിൽ ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടാവില്ല. സ്കൂൾ പിള്ളേർക്കും ഈ പറയുന്ന കോളേജ് പിള്ളേർക്കും ഇത് കൈകാര്യം ചെയ്യുകയും വിൽക്കുകയും ഇത് ഉപയോഗിക്കാൻ അവരെ പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്ത് സ്വാഭാവികമായിട്ടും പോക്സോ കുടിയിൽ ഉൾപ്പെടുത്താം. പോലീസ് ഉദ്യോഗസ്ഥർക്ക് അങ്ങനെ ഒരു ഡയറക്ഷൻ പോയാൽ പോലും ഇതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ബാക്കി കോടതി തീരുമാനിക്കട്ടെ. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.